അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 5-6 മൈസൂർ പഴം വെച്ചിട്ട് ഒരു അടിപൊളി കുഴിയപ്പമാണ് കേട്ടോ. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് മൈസൂർ പഴം ഞാനൊരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാനും വേണ്ടിയാണ്. അപ്പോൾ അതാ ശർക്കര പാനി റെഡിയാക്കിയിട്ടുണ്ട്. ശർക്കര നല്ലോണം 5 ശർക്കര ഉരുക്കിയ വെള്ളമാണ് ഇത്. നല്ലോണം തിളച്ച് ശർക്കരയൊക്കെ ഉരുകി വരുന്നത് വരെ തിളപ്പിക്കുക. എന്നിട്ട് അതിന് ശേഷം 3 ഏലക്കായ ഇടുക കേട്ടോ. ഇതാ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഇതേ അളവിൽ അരിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ശർക്കര വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് ചോറും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ മിസ്സായതാണ്. അപ്പോൾ എന്നിട്ട് നല്ലോണം അരച്ചെടുത്തതിന് ശേഷം ഇതാ ഒരു പാനിലേക്ക് ഒഴിച്ച് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് ഇനി തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ട് ഒഴിച്ച് കൊടുക്കാം. ജീരകം എള്ളോ നിങ്ങളുടെ ഇഷ്ടം പോലെ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാക്കി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുഴിയപ്പച്ചട്ടി ഗ്യാസിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം എണ്ണയൊക്കെ തടവി കുറച്ച് നെയ്യും കൂടെ തടവിയിട്ടുണ്ട് കേട്ടോ. തടവിയതിന് ശേഷം ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓരോന്നായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള കുഴിയപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ എല്ലാ കുഴിയിലേക്കും മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വേവാൻ വേണ്ടി വെക്കുകയാണ്. അപ്പം കുറച്ച് കഴിഞ്ഞ് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുഴിയപ്പമൊക്കെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്യുക. നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ.